വളരെ അഭിമാനകരമായ ഒരു കൂട്ടായ്മയാണിത്. 75 വർഷത്തെ വിദ്യാർത്ഥികളിൽ പരമാവധി ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളിത് ഗംഭീരമാക്കി ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗംഭീരമാക്കും. അതോടൊപ്പം തന്നെ ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് സുരേഷ് സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് സുരേഷ് സാറുമായിട്ട് ഞാൻ സംസാരിച്ചു. സാറിൻ്റെ ആ വാക്കുകളൊന്ന് നമുക്ക് കേട്ടിട്ട് വരാം. ഒരു വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഒരു വിദ്യാലയത്തിൻ്റെ ഹിസ്റ്ററിയാണവർ. ആ ഹിസ്റ്ററി ഒരു സംസ്കാരത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് വായാട്ടുപറമ്പ് സെൻറ്റ് ജോസഫ്സ് സ്കൂളിൻ്റെ വളപ്പൊട്ടുകൾ എന്ന പേരിലുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾ. ഒട്ടേറെ കാര്യങ്ങൾ സ്കൂളിന് വേണ്ടി അവർ ചെയ്തു കൊടുക്കുന്നു. അവരുടെ സംസ്കാരത്തിൻ്റെ പ്രകാശഗോപുരമാണ് ഈ വിദ്യാലയമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രകാശഗോപുരങ്ങൾ പൊലിഞ്ഞു പോയാൽ നമ്മുടെ ജീവിതം ഇരുട്ടിലേക്ക് പോകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രകാശഗോപുരത്തിൽ കൂടുതൽ വെളിച്ചം തെളിയിക്കാനും അവിടെ പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വിശാലമായ ആകാശമൊരുക്കി കൊടുക്കാനും വേണ്ടിയിട്ടാണ് വളപ്പൊട്ടുകളുടെ നേതൃത്വത്തിൽ ഒരുപാട് പ്രോഗ്രാം നടക്കുന്നത്. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ഇങ്ങ് കരുവഞ്ചാൽ വായാട്ടുപറമ്പിൽ നിന്നാണ്. ചില വിദ്യാലയങ്ങൾ മാതൃകാ വിദ്യാലയങ്ങളാണ്. അതെങ്ങനെയാകുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാകും. വായാട്ടുപറമ്പ് സെൻറ്റ് ജോസഫ് UP സ്കൂളിൽ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളുമായി സംസാരിക്കുന്നത്. ഈ മാവിൻ്റെ ചുവട്ട് നിൽക്കുമ്പോൾ പ്രത്യേക സുഖമുണ്ട്. ഇന്ന് മഴ മാറി നിന്ന ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിൽ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഇവർ ഒത്തുചേർന്ന് എന്തിനാണെന്നറിയോ? ഡിസംബർ 28-ന് ഇവിടെ ഒരു വലിയ മഹാസംഗമം നടക്കാൻ വേണ്ടി പോവുകയാണ്. ആ സംഗമത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കാനാണ് ഇവർ വന്നിട്ടുള്ളത്. ഹായ്, നമസ്കാരം എല്ലാവർക്കും. ഇത് ഇവിടുത്തെ PTA പ്രസിഡൻ്റാണ്. അപ്പോൾ പ്രസിഡൻ്റൊക്കെ ഭയങ്കര സന്തോഷത്തിലാണല്ലേ? ഭയങ്കര സന്തോഷത്തിലാണ്. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു നല്ലൊരു കൂട്ടായ്മ, അതായത് വളപ്പൊട്ടുകൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അവർ അകമഴിഞ്ഞ സഹായമുണ്ട്. ഇപ്പം ഇന്നത്തെ ക്ലാസ് തന്നെ അവരുടെ സ്പോൺസറാണ്. ഞങ്ങളതിൻ്റെ സഹകരണം മാത്രം അവരുടെ സ്പോൺസറോടുകൂടി നല്ല രീതിയിൽ ഈ സ്കൂളിനെ പറ്റി പറഞ്ഞാൽ തന്നെ അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറും സ്കൂളും ഇവിടുത്തെ PTA-ക്കാരായാലും എല്ലാത്തിനും സഹകരിക്കുന്ന ഒരാൾക്കാരെ ഞാനിവിടെ PTA പ്രസിഡന്റ് ആയതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. കാരണം അത്രയും ഒരു പൂർവ്വ വിദ്യാർത്ഥികൾ ഈ സ്കൂളിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആർക്കാണ് സന്തോഷപ്പെടാതിരിക്കാൻ കഴിയില്ലേ? ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ PTA മദർ PTA-യുടെ ആൾക്കാരൊക്കെയാണല്ലേ? ക്ലാസ് നടക്കുന്നുണ്ടല്ലേ? ഈ 2024 ഡിസംബർ 28-ാം തീയതി ഇവിടെ ഒരു മഹാസംഗമം നടക്കാൻ വേണ്ടി പോവുകയാണ്. ആണല്ലേ? പറഞ്ഞു. നല്ല കൂട്ടായ്മയാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടാവും. അവർ നല്ല രീതിയിലാണ് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം നമ്മളും വളപ്പൊട്ടുകളും എല്ലാം കൂടെ നല്ല രീതിയിൽ നല്ല രീതിയിൽ നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നല്ല രീതിയിൽ നടത്തണം അല്ലേ? നല്ല രീതിയിൽ തന്നെ നടത്താൻ പറ്റും. സാറേ ഇങ്ങോട്ട് വന്നേ. നമ്മുടെ HM ഉണ്ട്. HM പിന്നെ സാറ് വളരെ ചെറുപ്പക്കാരനാണ്. ഈ ഒരു HM ആകാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ. 1954 തുടങ്ങിയ ഈ സ്കൂളിൽ ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ചു പോയിട്ടുണ്ട്. ഈ പുറത്തിറങ്ങിയ കുട്ടികളുടെ കൂട്ടായ്മയാണ് വളപ്പൊട്ടുകൾ എന്ന പേരിൽ നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. 2023 ഡിസംബറിൽ 1ാമത്തെ യോഗത്തിൽ 13ഓളം പേരാണ് പങ്കെടുത്തത്. അത് വളർന്ന് 2000-ലധികം അംഗങ്ങളുള്ള ഗ്രൂപ്പായി മാറിയിരിക്കുന്നു. സ്കൂളിനെ സംബന്ധിച്ച് സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ വളരെയധികം സഹായകരമായ നിലപാടാണ് വളപ്പൊട്ടുകളിൽ നിന്നും വരുന്നത്. ഈ വർഷം നിർധനരായ കുട്ടികൾക്ക് 77 കിറ്റുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. പഠിച്ച വിദ്യാലയത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നതിന് ഈ ഒരു കൂട്ടായ്മ സഹായിക്കുന്നുവെന്ന് അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുകയും ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഡിസംബർ 28-ന് ചേരുന്ന മഹാസംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. പിന്നെ ബാംഗ്ലൂരിലുള്ള ഒരു വ്യവസായിയും വ്യാപാരിയൊക്കെയാണ്. അങ്ങനെ നമ്മുടെ KSRTC-യുടെ നിങ്ങൾ ക്ഷണിച്ചിട്ട് വന്നാലേ ഇവിടെ വളപ്പൊട്ടുകാരുടെ ഒരു ക്ഷണം സ്വീകരിക്കുക ഇവിടെ എത്തിയാണ്. കഴിഞ്ഞ ദിവസം ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വരുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ KSRTC-യിൽ ലൈൻ കമ്പി പൊട്ടി വീണു. അങ്ങനെ ആരോടും പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ ആ ഡ്രൈവർ ഈ ഡ്രൈവറാണ്. ഈ ഡ്രൈവറെ കുറിച്ച് അടുത്ത ദിവസം ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതപ്പോൾ പറയാം. അതുപോലെ തന്നെ എന്നെ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുന്ന ഒരാളുണ്ട്. അങ്ങ് അക്കരെയാണുള്ളത്. സനീഷ് പോൾ എനിക്ക് ഒരു സ്വൈര്യം തരില്ല എന്ന് പറയും. രാത്രിയിലാണ് സനീഷ് പോളിന് അവിടെ സമയം കിട്ടുക. അപ്പോൾ രാത്രി എന്നെ വിളിക്കും. ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും പോയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എന്നെ സ്ഥിരം ശല്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ പരിപാടി അറിഞ്ഞത്. സ്നേഹമുള്ളവരെ, നമ്മുടെ വായാട്ടുപറമ്പ് സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമമാണ് വളപ്പൊട്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അവരുടെ ഒരു സംഗമം ഡിസംബർ 28-ാം തീയതി നടക്കുന്നുണ്ട്. അപ്പം അവർക്ക് എല്ലാവിധ ആശംസകളും അതുപോലെ അവർ ചെയ്യുന്ന എല്ലാ നന്മ പ്രവർത്തികൾക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. പേര് ജെയ്സൺ ലൂക്കോസ്. ഞാൻ വളപ്പൊട്ടുകളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട്. അതുപോലെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കൂടിയാണ്.
വളപ്പൊട്ടുകൾ എന്നുള്ള ആശയം ഏതാണ്ട് ഒരു 13 പേരടങ്ങുന്ന ഒരു കൊച്ചു കൂട്ടായ്മയിൽ നിന്ന് തുടങ്ങിയതാണ്. ഇത് 54 മുതൽ തുടങ്ങിയ സ്കൂളിൻ്റെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ചേർത്ത് ഒരു മഹാസംഗമമാണ് അവർ ലക്ഷ്യമിടുന്നത്. അതോടുകൂടി ഞാൻ ഈ അടുത്ത സമയത്താണ് ഇതിനോടുകൂടി ചേർന്നതെങ്കിലും ഇപ്പോൾ വളപ്പൊട്ടുകൾക്ക് 2000-ഓളം അടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു പ്രസിഡൻറ്റ് ദിലീപ്, സെക്രട്ടറി ജിൻസി, അതുപോലെ വളരെ വലിയൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ജാതി മത രാഷ്ട്രീയത്തിൽ അതീതമായിക്കൊണ്ട് നമ്മളെ വിഭജിച്ച് കൊണ്ടിരിക്കുന്ന ആ ഒരു കാലത്ത് ഇതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ജാതി മത ഭേദമന്യുള്ള വലിയൊരു കൂട്ടായ്മ സ്കൂളിൻ്റെ ഉന്നമനത്തിനും നാടിൻ്റെ വികസനത്തിനും അതൊരു ഗുണമാകും എന്നുള്ള ഒരു കരുതലോടുകൂടിയാണ് വളപ്പൊട്ടുകളുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പഠിച്ച ഈ സ്കൂളിൻ്റെ തിരുമറ്റത്ത് ഇപ്പോൾ എത്തുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു വികാരമാണ്. ആ വികാരത്തിൻ്റെ ഒരു പൂർവ്വമായിട്ട് ഞങ്ങൾ ഈ ഡിസംബർ 28-ാം തീയതി ഈ സ്കൂൾ തിരുമറ്റത്ത് എല്ലാ കൂട്ടുകാരും എത്തിച്ചേരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക. സീനി സാറിൻ്റെ വീഡിയോ കാണുകയും അതനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് വരികയും ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. തിരുമറ്റത്ത് ഡിസംബർ 28-ന് എല്ലാ കൂട്ടുകാരും എത്തിച്ചേരണമെന്ന് വിനീതമായി ഞങ്ങൾ ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ്. വായാട്ടുപറമ്പ് UP സ്കൂളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പോലും ഇങ്ങോട്ടേക്ക് വരണം. ഡിസംബർ 28 ഒരു പ്രത്യേക ദിവസമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും ഡിസംബർ 28, 2024 നിങ്ങൾക്ക് സമ്മാനിക്കുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.